9 ദിവസം നീണ്ട ചർച്ചകൾക്ക് ശേഷം മുഖ്യമന്ത്രിയെ ഇന്ന് തീരുമാനിക്കും. ഉച്ചയോടെ ഡൽഹിയിൽ പ്രഖ്യാപനമെന്ന സൂചന. ഖാർഗെ രാഹുൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. പ്രതീക്ഷ കൈവിടാതെ കെസിയും വിഡിയും ആർസിയും. മുസ്ലിം ലീഗ് അടിയന്തര യോഗം ഇന്ന് പാണക്കാട്. മുഖ്യമന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ട സാഹചര്യം ചർച്ച ചെയ്യും. മന്ത്രിസഭയിലെ പ്രാതിനിധ്യ കണക്ക് സംബന്ധിച്ചും ചർച്ചയുണ്ടാകും. ലീഗ് മന്ത്രിമാർ ആരൊക്കെയെന്നതിലും തീരുമാനമാകും. തോൽവി വിലയിരുത്താൻ ഇന്നും നാളെയും സിപിഎം സംസ്ഥാന സമിതി യോഗം. മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ വിമർശനത്തിന് സാധ്യത. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നത് അജണ്ടയിലില്ല. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായേക്കും. തമിഴ്നാട് നിയമസഭയിൽ വിജയിക്കുന്ന നിർണായകം. വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിക്കുമോ? കോൺഗ്രസും ചെറു പാർട്ടികളും പിന്തുണയ്ക്കും. AIADMK വിമതരുടെ നിലപാട് നിർണായകമാകും. ഇടിമിന്നലിൽ 4 യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞ നടുക്കം മാറാതെ മലപ്പുറത്തെ മങ്കട. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം. മഴയിലും കാറ്റിലും ഇടിമിന്നലിലും പലയിടത്തും നാശനഷ്ടങ്ങൾ. 5 ദിവസം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം കേരളത്തിലേക്കും. 10 സംസ്ഥാനങ്ങളിൽ അന്വേഷണമെന്ന് CBI. ടെലഗ്രാം ചാനലുകളിലും ചോദ്യപേപ്പർ പ്രചരിച്ചു. പരീക്ഷ റദ്ദാക്കിയതിൽ വിദ്യാർത്ഥികൾ ആശങ്കയിൽ. പുതിയ തീയതി വൈകാതെ പ്രഖ്യാപിച്ചേക്കും. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ പരീക്ഷണ പറക്കലിന് ഇന്ന് തുടക്കം. പരീക്ഷണ പറക്കൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന്. തീരദേശ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യം. ട്രംപ് ചൈനയിലേക്ക്. നാളെ ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച. പശ്ചിമേഷ്യയിൽ സംഘർഷം ഉൾപ്പെടെ ചർച്ചയാകും. ഇറാന് നേരെയുള്ള സൈനിക നടപടി പുനരാരംഭിക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ഇറാന്റെ ഭീഷണി.